ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഫാമിലി കോഴിക്കോട്ടേക്ക് പോണ ഒരു വ്ളോഗാണ്. അപ്പോൾ ബീച്ചും മെലിറ്റ് മാളും ഇങ്ങോട്ടൊക്കെ കറങ്ങാൻ പോണ ഒരു വീഡിയോ ഒക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം കോഴിക്കോടൊക്കെ എത്താനായി. റോഡൊക്കെ നന്നായതുകൊണ്ട് നല്ല ഒരു എൻജോയ്മെൻറ്റാണ്. രണ്ട് ഭാഗവും കാണാൻ നല്ല വൃത്തിയുള്ള റോഡും ഫാസ്റ്റിൽ വേഗം കോഴിക്കോട് എത്തിട്ടോ. അപ്പോൾ റോഡൊക്കെ നന്നാക്കിയതുകൊണ്ട് ഇപ്പോൾ സുഖമായിട്ട് കോഴിക്കോടൊക്കെ പോയി വരാം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ബീച്ചിലേക്കാട്ടോ പോയത്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേന് ബീച്ചിൽ നിന്ന് തിരിക്കായി വിചാരിച്ചിട്ട് മക്കളെ കളിക്കും ചെയ്യുക, കുറച്ചൊക്കെ എൻജോയ് ചെയ്യാച്ചിട്ട് മക്കളായിട്ടും വെക്കേഷനൊക്കെ അല്ലേ. അപ്പോൾ മക്കളെല്ലാം മുതലാക്കിയിട്ടാണ്. നിറച്ചും ആളുകളതിന് എന്തോ നോക്കി നിങ്ങൾ കണ്ടില്ല, എത്ര തിരക്കാണോ. ഫുൾ ഭയങ്കര തിരക്കായിന്, ഭയങ്കര ബ്ലോക്കൊക്കെ ആയിന്. കുറേ നേരം വെച്ചാണ് ഇപ്പോൾ ബീച്ചിലെത്തിയത്. റോഡ് ഭയങ്കര ബ്ലോക്കായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. പാർക്കിംഗ് ഒക്കെ കിട്ടാൻ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഞായറാഴ്ച ഞങ്ങൾ പോയിട്ടുണ്ട്, അതാണ് തോന്നുന്നത് ഇത്രയും തിരക്ക്. ബീച്ചിൽ നിൽക്കാൻ സ്ഥലമില്ല, ഒരു ഒഴിഞ്ഞ സ്ഥലം എവിടെയും കണ്ടില്ല. ഫുള്ളും ആളുകളായിരുന്നു. മക്കൾക്ക് വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ ഞങ്ങൾ സിമ്പിൾ ഡ്രസ്സൊക്കെ എടുത്തിട്ട് കേട്ടോ. അവൾ എല്ലാം കളിക്കിച്ചത് മുതലാക്കണേ. ഞങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് കേട്ടോ പോയിൻ്റെ. പിങ്ക് കളർ ചുരിദാറിട്ടതിൻ്റെ നാത്തൂനും, പിന്നെ പർപ്പിൾ കളറ് എൻ്റെ അനിയത്തിയും, ബ്ലൂ കളറും എൻ്റെ അനിയത്തിയായിരുന്നു, ബ്ലാക്ക് ആയിരുന്നു കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റ് മാൾക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമല്ലേ ഗേസ് ഈ റോഡൊക്കെ കാണാൻ. ഞങ്ങൾ ഹൈലൈറ്റ് മാൾക്ക് തിരിച്ചിട്ട വണ്ടി ഹൈലൈറ്റ് മാളിലെത്തി. കണ്ടില്ല ഗേസ്, എന്തൊരു തിരക്കായിരുന്നു അന്ന്. എന്താ അറിയില്ല, ഇത്ര തിരക്ക് ഞാൻ ആദ്യമായിട്ട് കാണും. കുറേ വട്ടം കോഴിക്കോട്ടൊക്കെ പോയിട്ടുണ്ട്, പക്ഷെ ഇത്ര തിരക്ക് ആദ്യമായിട്ടാണ്. ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിലൊക്കെ കണ്ടില്ല, എത്രേ വണ്ടിയാണ്. അങ്ങോട്ട് കയറുന്നിടത്ത് ബ്ലോക്കാണ്, ഫുള്ളും ബ്ലോക്കാണ്. ആ റോഡ് ഫുള്ള് ഈ ഹൈലൈറ്റ് മാൾക്ക് വരുന്ന ആൾക്കാരാട്ടോ. ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത്. മക്കൾക്കൊക്കെ ദേഷ്യം വന്നിങ്ങനെ തുടങ്ങിയിട്ടാ, എന്താ അതിപ്പോൾ ഇത് എത്താത്തത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ നേരമായില്ലേ വെയിറ്റ് ചെയ്തിട്ട്. ഓർക്കിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കാണാനിട്ടുള്ള തിരക്കാണ്. നല്ല രസമുണ്ട് കേട്ടോ. ഈ വണ്ടിയൊക്കെ ബ്ലോക്ക് ചെയ്തിങ്ങനെ നിന്നിട്ട് ഫുള്ള് ലൈറ്റുകളും ഇങ്ങനെ കാണാൻ, പിന്നെ മാളിൻ്റെ പുറത്തത്തെ ലൈറ്റും എല്ലാം കൂടി നല്ല രസമുണ്ട് കാണാൻ. വീഡിയോയിലുള്ള ഭംഗിയില്ലേ കാണാൻ. ഞങ്ങൾ കുറേ എൻജോയ് ചെയ്തിട്ടാ. എനിക്കിഷ്ടട്ടോ രാത്രി ഇങ്ങനെ കറങ്ങണതൊക്കെ. ഞങ്ങൾ കുറേ കാലത്തെ പ്ലാനിങ് ആയിരുന്നു കേട്ടോ, ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ പോകാനൊക്കെ. അങ്ങനെ ചെറിയ ചെറിയ സ്ഥലത്തുകളൊക്കെ പോയി വരും, രാവിലെ തൊട്ട് വൈകുന്നേരം. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും വീട്ടിലെത്തും. ഇപ്പോൾ രാത്രിയൊക്കെ ആകുമ്പോൾ രാത്രി ആയും ചെയ്ത് വീട്ടിൽ നിന്ന് ഇങ്ങനെ വിളി വരുന്നുണ്ട്. എല്ലാവരും ഹസ്ബൻഡുമാരുടെ കൂടിയും പോവലുണ്ട്, അല്ലാതെ അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങനെ പോവലില്ല കേട്ടോ. അത് കുറേ കാലത്തെ ഒരു ആഗ്രഹം, അങ്ങനെ പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോവാന്നൊക്കെ. അത് ഏതായാലും സാധിച്ച്. അങ്ങനെ ഏകദേശം വണ്ടി നീങ്ങി മാളിൻ്റെ മുമ്പിൽ എത്തി തുടങ്ങിയിരിക്കണം കേട്ടോ. എൻ്റെ അനിയത്തി ഒടുക്കത് ഇങ്ങനെ ഇതിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വിടണ്ട് കേട്ടോ. മോള് പറയാ തിന്നണം എന്ന്, ഒന്ന് മാളിൻ്റെ ഉള്ളിലേക്ക് എത്തിയാൽ മതി, എന്നിട്ട് തിന്നിട്ട് മതി കേട്ടോ ഫുൾ കറക്കെന്നൊക്കെ പറയണ്ടേ. നമുക്ക് തിന്നിട്ട് കഴിഞ്ഞിട്ടുള്ളൂ വേറെ എന്തും. അങ്ങനെ മാളിൻ്റെ മുന്നിലൊക്കെ എത്തിയിട്ടാ. ഇത് കണ്ടപ്പോൾ ഒരു സമാധാനം ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഇന്നൊന്നും കഴിച്ചില്ലാവൂല ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വിചാരിച്ചിങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കാൻ കേട്ടോ. ഏതായാലും നീങ്ങി ഇവിടെ എത്തി. ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു സ്നോയിലൊക്കെ പോയ ഫീലിങ്സ് കിട്ടാം. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ വീഡിയോ ഒക്കെ എടുത്തതാണ്. ഒരു ഫീലിങ്സ് ഇങ്ങനെ ഇവിടെ വന്നപ്പോൾ. മാളിൻ്റെ ഉള്ളിലും തിരക്കാട്ടാ, ഭയങ്കര തിരക്കാണ്. അപ്പോൾ ഗൈസ് നമ്മൾ അടിപൊളി സ്ഥലം എത്തിയിട്ടാ. നല്ല അടിപൊളി ബാഗുകൾ, അതുപോലെ ചെരുപ്പുകൾ നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ. ഏതാ എടുക്കേണ്ടത്, ഇത് ബാഗിൻ്റെ അതേ പ്രിൻ്റില്ലാണ്ട് കണ്ടില്ലേ, അതേ ചെരുപ്പും നല്ല വെറൈറ്റി കളക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ എടുക്കാമെന്നൊക്കെ ഒരു പ്ലാനിങ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കിയതാണ്. അപ്പോൾ വെറുതെ ഒന്ന് റേറ്റ് നോക്കിയതാ. അപ്പോൾ ഓരോ ചെരുപ്പിൻ്റെ റേറ്റൊക്കെ 10,000 ഒക്കെ. അപ്പോൾ ആകെ കണ്ണ് തള്ളി അവിടെ തന്നെ വെച്ചു കിട്ടാ. ഞങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുത്തത്. നല്ല ക്യൂട്ട് അടിപൊളി ബാഗുകളും ഷൂകളൊക്കെ എല്ലാതും രസമുണ്ട് കേട്ടോ. എല്ലാതും ഇഷ്ടപ്പെടും ആർക്കും. അങ്ങനത്തെ ലുക്കാണ് ഫുള്ളും. ഈ ബ്രൗൺ കളറ് ബാഗും അതിൻ്റെ അടുത്തുള്ളത് ബ്രൗൺ കളർ ചെരുപ്പും നല്ല രസമില്ലേ കാണാൻ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതാണ് കേട്ടോ. ഈ അടിയത്തതൊക്കെ രസമുണ്ട്, സിമ്പിളാണ്. അതിനൊക്കെ നല്ല റേറ്റ് ഉണ്ട്. എല്ലാത്തിനും ഞാൻ ഈ പറഞ്ഞ റേറ്റ് ഉണ്ട് കേട്ടോ. റേറ്റ് ഉണ്ടാവും, നല്ല ബ്രാൻഡ് സാധനമാണെങ്കിലും. അപ്പോൾ റേറ്റ് ഇല്ലാതെ കൂടിയല്ലോ. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാൻ തോന്നി, അങ്ങനെ വീഡിയോ എടുത്താണ് കേട്ടോ. ഞങ്ങളങ്ങനെ മൊത്തത്തിൽ നന്നായിട്ട് കറങ്ങി കണ്ടിട്ടാണ്. നെസ്റ്റോലൊക്കെ കയറി കുറേ പർച്ചേസൊക്കെ ചെയ്തിട്ടോ. വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും നല്ല ഓഫർ ഉണ്ട് ഇതിന് എല്ലാ സാധനത്തിനും. ഇപ്പോൾ ഈ സ്കൂൾ തുറക്കണോണ്ടൊക്കെ മക്കളെ ബാഗ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ നല്ല ഓഫറുണ്ട്. അതൊന്നും ഞങ്ങൾ എടുത്തില്ല, വീട്ടിലേക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അങ്ങനെ ഞങ്ങൾ മാളൊക്കെ കണ്ട് ഇറങ്ങി കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോവാട്ടോ. കുളപ്പുറത്തുനിന്ന് കഴിക്കാന്നുള്ളൊരു പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാന്നിങ്ങനെ കരുതി ഇങ്ങനെ പോവാണ്.
ആർക്കും ഹെവി ആയി കഴിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല കേട്ടാ. ബീച്ചിൽ നിന്നും മാളിന്നൊക്കെ കുറച്ചൊക്കെ തട്ടിയിരിക്കണേ. അപ്പോൾ എന്തെങ്കിലും സിമ്പിളായി മക്കൾക്കും കൊടുക്കണ്ടേ, സിമ്പിളായി എന്തെങ്കിലുമൊക്കെ തട്ടിക്കാണ്ട് നേരെ വീട്ടിൽ പോയി കിടന്നുറങ്ങാന്നുള്ള പ്ലാനിങ് ആണ്. അപ്പോൾ നമ്മൾ ഹോട്ടലെത്തി. കൊളപ്പുറം ന്യൂ ലുക്കൊക്കെ ആണ് ഞങ്ങൾ കയറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കയറി ഫുഡിനുള്ള വെയിറ്റിംഗ് ആണ് എല്ലാവരും. ഈ വെയിറ്റിംഗ് ഒരു രസമില്ലാത്ത പരിപാടി കേട്ടോ. കയറണം ഇങ്ങനെ കുറേ നേരം ഇങ്ങനെ ഫുഡിന് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പെട്ടെന്ന് കിട്ടണം ഹോട്ടലിലൊക്കെ കയറിയാൽ. നമുക്ക് ഹോട്ടലിലത്തെ ഫുഡ് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. അപ്പോൾ ഫുഡൊക്കെ വന്നിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഞങ്ങൾ കഴിക്കട്ടെ.